ഹായ് ഹലോ. അപ്പോൾ കുറേ നാളായാലും നമ്മളൊരു ഡേ ഇൻ മൈ ലൈഫൊക്കെ ചെയ്തിട്ട് അപ്പം സൺഡേ വ്ളോഗാണ് ട്ടോ. കാലത്തെ പള്ളിയിലത്തൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പോണതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞണ്ടിനെ എടുക്കാൻ വേണ്ടിയിട്ടാണ് ട്ടോ. നമ്മൾക്ക് പുഴയിൽ കുറച്ച് ഞണ്ടിനെ പിടിച്ച് ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്. അപ്പം ഞണ്ട് എടുക്കാൻ പോകാം. നമ്മളുടെ വീട്ടിൽ ഇന്ന് വൈകുന്നേരം ഒരു ഗസ്റ്റ് ഉണ്ട് ട്ടോ. വോയിസ് ഓവർ കൊടുത്തു കഴിഞ്ഞിട്ട് അത് ശരിയായിട്ടില്ല. അപ്പം ഞാൻ വേറെ പിന്നെയും കൊടുത്ത്. അങ്ങനെ നമ്മൾ പുഴയരിത്തൊക്കെ വന്ന് ഇവിടെ എല്ലായിടത്തും ഇങ്ങനെയാണ് ട്ടോ. കൂടും കാര്യങ്ങളൊക്കെ ആയിട്ട് അപ്പം ഇവന്മാരെടുക്കാൻ വേണ്ടിയിട്ടാണ് വന്നത്. വലിപ്പം കുറവാണെന്നുണ്ടെങ്കിലും ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ ഈ ഞണ്ടിന്. അപ്പം മീൻ തീറ്റ കൊടുക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നേക്കണ മീനുകളാണ് ട്ടോ കൂട്ടിയിട്ട് ഐസ് ചെയ്ത് ഇങ്ങനെ വെച്ചേക്കണത്. അപ്പം നമ്മൾ ചെല്ലണ നേരത്താണ് വലയും കാര്യങ്ങളൊക്കെ പൊക്കിയിരുന്നത് ട്ടോ. കൃത്യ ടൈമിനാണ് ട്ടോ അവിടെ ചെന്നത്. അപ്പം നമ്മൾക്കിത് കാണാനും പറ്റും. ഇങ്ങനെ പൊങ്ങണ സമയത്ത് മീനൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ പോയി കാണാനൊക്കെ പറ്റും ട്ടോ. ഞാൻ ആ പാലത്തിൻ്റെ മുകളിൽ കൂടി കയറി പോയി കഴിഞ്ഞിട്ട് നമ്മളുടെ കൂട്ടി കിടക്കണ മീനുകളെയൊക്കെ ഒന്ന് കാണിച്ചു തരാട്ടോ നിങ്ങളൊക്കെ. ഇതിപ്പോൾ നമ്മുടെ കൂടല്ല ട്ടോ, ആ ചേട്ടൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ കൂടാണേ. അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കരിമീനും വറ്റയും അങ്ങനെ അടിപൊളിയായിട്ട് ഇതേ കണ്ട മീനുകളൊക്കെ ഓടിക്കിടക്കണം. ഈ മീനുകൾ എന്നൊക്കെ പറഞ്ഞത് നമ്മിപ്പോൾ വല പൊക്കിയില്ലേ, ആ വല പൊക്കിയപ്പം അതിൽ കയറി കിടക്കണ കുഞ്ഞുങ്ങളെയൊക്കെ എടുത്ത് നമ്മൾ പിറക്കി ഇങ്ങനെ കൂട്ടിലോട്ടിട്ടിട്ട് ഇതിനെയൊക്കെ തീറ്റ കൊടുത്ത് ഇങ്ങനെ വളർത്തിയെടുക്കണം കേട്ടോ. ഒരുവിധം തൂക്കമായി കഴിയുമ്പോഴേക്കും അത് നമുക്ക് ചെന്ന് കഴിഞ്ഞാൽ ലൈവ് മീൻ ഫ്രഷോടെ തന്നെ വാങ്ങിച്ചൊക്കെ കൊണ്ടുവന്ന് പോരാം. അങ്ങനെ അവിടെ പോയിക്കൊണ്ട് നോക്കിക്കണ്ടപ്പോഴേക്കും അവിടുത്തെ ചേട്ടൻ കുറച്ച് മീനെയൊക്കെ കൊണ്ടുവന്ന് ഇട്ട് ഷൂട്ട് ചെയ്യാനുണ്ടപ്പോഴേക്കും എനിക്കിട്ട് നിങ്ങളെയൊക്കെ കാണിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ കാണിച്ചോ എന്ന് പറഞ്ഞതേ വാരിയൊക്കെ ഇട്ട് തന്നിട്ടാ. അങ്ങനെ നമ്മൾ ആ പാലത്തിൻ്റെ മുകളിൽ നിന്നൊക്കെ ഇറങ്ങി കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ ഈ ഞണ്ടന്മാരം കൊണ്ട് പോയേട്ടാ. ഈ ഞണ്ടിനെ കൊണ്ടുപോയിട്ട് വേണം ഇനി വീട്ടിൽ പോയി ഇത് കഴുകി വൃത്തിയാക്കി റെഡിയാക്കി എടുക്കാൻ. ഭയങ്കര ശൗര്യമാണ് കേട്ടോ. ഈ ഒരെണ്ണത്തിന് ഭയങ്കര ശൗര്യമാണ്. കാലും കൈയൊക്കെ പൊക്കിയിട്ട് ഒരു രക്ഷയില്ല. മുകളിലോട്ടൊക്കെ കയറി വന്നിട്ട് നമ്മളെ കടിക്കോട്ടാ. കൈ അങ്ങനെ അതിനകത്ത് കുടുങ്ങി കഴിഞ്ഞാൽ പിന്നെ നമ്മൾക്ക് കൈ അവിടെ നിന്ന് ഇടിച്ചെടുക്കണമെന്ന് വെച്ചാൽ നല്ല റിസ്ക് ഉള്ള പണിയാണ്. പിന്നെ അധികം കളികൾ വേണ്ടെന്ന് ഓർത്തിട്ട് ഞാൻ കുറച്ച് ഐസ് വാരി അതിൻ്റെ മുകളിലോട്ടിട്ട്, തണുത്ത വെള്ളം ഐസാ എന്തെങ്കിലും ഞണ്ടിൻ്റെ മുകളിലോട്ട് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞണ്ട് അപ്പം തന്നെ ചത്തുപോകട്ടോ. അങ്ങനെ ഞണ്ടിനെയൊക്കെ ഇട്ട് കഴിഞ്ഞ് ദേ ചേട്ടനാണ്ട് ആ മീൻ കൊടുക്കാൻ പോണത്. ഇങ്ങനെ ബക്കറ്റുകളിലാക്കിയിട്ട് പോയിട്ട് നമ്മൾ വാരി ഇങ്ങനെ മീൻ അങ്ങനെ ഇട്ട് കൊടുക്കുമ്പോൾ അവരതങ്ങനെ കഴിച്ചോളും. അതാണ് അതിൻ്റെ ഒരു പ്രോസസ്സ്. അങ്ങനെ കുറച്ച് നേരം മീൻ കൊടുക്കലൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് നമ്മളിതേ ഇങ്ങോട്ട് പോരുന്നത്. അപ്പോൾ എല്ലാവരും മീൻ തീറ്റയൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കേണ്ട കൂടുകളിലോട്ട്. അപ്പോൾ അതൊക്കെ കുറച്ച് നേരം കണ്ടുകൊണ്ടൊക്കെ നിന്ന് കഴിഞ്ഞിട്ട് നമ്മളിത് ഞണ്ട് കൂട്ടന്മാരും കൊണ്ട് തിരിച്ച് വീട്ടിലോട്ട് വരേണ്ട. ഇനിയിപ്പോൾ ഇത് കഴുകി വൃത്തിയാക്കി വെടിപ്പാക്കിയൊക്കെ നമുക്ക് കറി വെക്കണം. അപ്പോൾ കൂട്ടത്തിൽ ഒരാൾ ചത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഇത്തിരി നേരം മുറ്റത്തൊക്കെ ഇട്ട് നിന്ന് കളിപ്പിച്ച് ഇങ്ങനെ വടക്കേണ്ട ആ ഒരു കടി കിട്ടിക്കഴിഞ്ഞാൽ നല്ല രസമായിരിക്കും. നന്നാക്കാൻ അറിയാത്തവർ സുഹൃത്തുക്കൾ കണ്ടോളൂ എങ്ങനെയാണെന്ന്. ആദ്യം തന്നെ നമ്മൾ ഈ കാല് അങ്ങോട്ട് ഒടിച്ചോട് കളയണം. പിന്നെ ഇതൊന്നും കളയരുത് കേട്ടോ, അതൊക്കെ കഴിക്കാനുള്ളതാണേ. കുമാരൻ പോണ്ടട്ടാ, കുമാരൻ. ഈ ഒരു ഭാഗം ഇങ്ങനെ അങ്ങോട്ട് പൊടിച്ചിട്ട് ആ തൊണ്ട് നമുക്ക് മാറ്റാട്ടോ. അപ്പം അതിൻ്റെ ഉള്ളിൽ ഈ ഒരു സാധനമൊക്കെ കാണാം. അതൊക്കെ അങ്ങോട്ട് കട്ട് ചെയ്തോളാം. ചുണ്ട് കളയണം, ഈ സാധനമൊക്കെ അങ്ങോട്ട് കളയണം. കൊള്ളാം. ഇപ്പം കഴുകി വൃത്തിയാക്കിയൊക്കെ എടുക്കണം. ഈ സാധനം ചെക്കൻ ലിഫ്റ്റ് അപ്പ് ചെയ്തിട്ടുണ്ട് ഇത്ര നേരത്തെ കഴിഞ്ഞപ്പോൾ ഗൈസ്. ചെക്കനെ ഒരു കടി കിട്ടിയാൽ മതി, ചാടി കടിക്കും. നിങ്ങളെല്ലാവരും കോതിരത്തിലോട്ട് വരികയാണെങ്കിൽ ഇങ്ങനെ പ്രശ്നമുണ്ട് കേട്ടോ. ഇവനാണ് കേട്ടോ നമ്മളെ കൂട്ടത്തിലെ ഏറ്റവും ഭീകരൻ. ഞണ്ടൊക്കെ എല്ലാവരും കഴുകി വൃത്തിയാക്കിയിട്ട് ചേട്ടൻ തന്നിട്ട് ഇനിയിപ്പം നമ്മൾക്കിത് ഉപ്പിലൊഴിച്ച് വെക്കണം. ഉപ്പിലൊഴിച്ച് വെക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇഞ്ചിയും പച്ചമുളകും ഉപ്പും ഇട്ടിട്ട് ഒന്ന് വേവിച്ച് വെക്കാട്ടോ. നമ്മൾക്ക് എടുക്കണ നേരത്തെ അപ്പോൾ ആ ഒരു ഉച്ചയൊക്കെ ആകുമ്പോഴേക്കും എല്ലാം ചെയ്യാമെന്ന് ഓർത്തിട്ടാണ് ഞാനിങ്ങനെ നിൽക്കണത്. അപ്പോൾ വേവിച്ചൊക്കെ ഇടാം. അപ്പോൾ പകുതി പണി നമുക്ക് തീരുമല്ലോ. ഇന്നലത്തെ ഇറച്ചിക്കറി ഇരിപ്പുണ്ട് കേട്ടോ. അതും ചൂടാക്കിയിട്ട് രാവിലെ ഞാൻ ഉപ്പും
ഉണ്ടാക്കിയിട്ട് അതായിരുന്നു എൻ്റെ കാലത്തിൻ്റെ ബ്രേക്ക്ഫാസ്റ്റ്. ഇനിയിപ്പോൾ സവാളയൊക്കെ കുനുകുനാന്ന് അരിഞ്ഞെടുക്കണം കേട്ടോ, ഒരുപാട് ഐറ്റംസ് ഉണ്ടാക്കാനുണ്ട്. അപ്പോൾ എല്ലാ സവാളയൊക്കെ അരിഞ്ഞൊരു വശത്തോട്ട് വെച്ച് കഴിഞ്ഞാൽ ആവശ്യത്തിനുള്ള സാധനങ്ങൾ അങ്ങനെ എടുത്താൽ മതിയല്ല. ഇനിയിപ്പോൾ വറ്റ നമ്മൾക്ക് വറുക്കാനും വേണം, കറിയും വെക്കാൻ ആലോചിക്കുന്നുണ്ട്. സവാളയൊക്കെ അതേ തൊണ്ടളഞ്ഞ് ഞാൻ ഇന്നലെ തന്നെ വെച്ചിട്ടാ, അപ്പോൾ പണി മോനൊന്നും ഒതുങ്ങി കിട്ടിയല്ല. അഞ്ചേട്ടനുണ്ട് കേട്ടോ സഹായത്തിന്, ചോപ്പറിലിട്ടിട്ടൊക്കെ ചോപ്പ് ചെയ്യേണ്ട സാധനങ്ങളൊക്കെ ചെയ്ത് തരുന്നുണ്ട് കേട്ടോ. ഞാൻ ഈ വെളിച്ചെണ്ണ ഒഴിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ സവാളയും പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഇട്ടിട്ട്, ഞാൻ പറഞ്ഞിട്ടില്ലേ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കുക്കറിൽ ഒരു 2 വിസിൽ കേൾപ്പിക്കുമെന്ന്. അപ്പോൾ അധികം നേരം വഴറ്റി നിന്നൊന്നും ഗ്യാസ് പോലെ പോകൂല കേട്ടോ. 2 വിസിൽ കേൾക്കുമ്പോഴേക്കും നമ്മുടെ സവാളയൊക്കെ നല്ല സോക്കായിട്ട് നല്ല വരും. പക്ഷെ ഞാനിപ്പോൾ വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സമയത്താണ് കേട്ടോ ദൂരം വെളിച്ചെണ്ണയാണ് ഞാൻ കമത്തി കൊടുത്തത്. ദൈവമേ, വെറുതെ വെളിച്ചെണ്ണ തീർന്നത്. എന്നോട് അനുഷ്ഠ ചോദിക്കുകയും ചെയ്ത്, ഈ വെളിച്ചെണ്ണ മുഴുവൻ നീ എന്ത് ചെയ്തിടീന്ന്. അപ്പോൾ ഞാനിപ്പോൾ വീഡിയോ എഡിറ്റ് ചെയ്തപ്പോഴാണ് കൈസ് ഞാൻ ശ്രദ്ധിക്കണം, നല്ല കമത്ത് ഞാൻ കമത്തിയിട്ടുണ്ട്. എന്തെങ്കിലും ആവട്ടെ, കമത്തിപ്പോയില്ലേ. നമ്മൾക്ക് അപ്പോഴേക്കും ഇനിയിപ്പോൾ അടുത്ത പരിപാടി, ഞാനത് കുക്കറിൽ കയറ്റിയിട്ടാ. ഇനിയിപ്പോൾ നമ്മൾക്ക് മീനൊക്കെ നമ്മൾക്കൊന്ന് ഉപ്പൊക്കെ പുരട്ടി വെക്കണം. വറുത്തിട്ടാണ് ട്ടോ ഞാൻ കറി വെക്കാൻ പോണത്. അപ്പോൾ അതൊക്കെ ഒന്ന് ഉപ്പും മഞ്ഞപ്പൊടി മുളക് പൊടി കുരുമുളക് പൊടിയൊക്കെ വെച്ചിട്ട് അതൊക്കെ ഒന്ന് തേച്ച് മിനുക്കി വെക്കാട്ടോ. ഇങ്ങനെ പാചകം ചെയ്യണ ഭയങ്കര ഇഷ്ടമുണ്ട് എനിക്ക്. ഇഷ്ടമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പാചകം ചെയ്യണ സമയത്ത് ഒരു മനുഷ്യർ എൻ്റെ അരിയത്ത് നിൽക്കാനാ പാടില്ല കേട്ടോ, അതെനിക്ക് ഇഷ്ടമല്ല. ഇങ്ങനെ അഭിപ്രായങ്ങളും പറഞ്ഞു തന്ന് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ചൊവ്വാവൂല. ഞാൻ എന്ത് ചെയ്ത് കഴിഞ്ഞാലും ഒറ്റക്ക് നിന്നിട്ട് എല്ലാം ചെയ്തിട്ടാണെന്നുണ്ടെങ്കിൽ ഒരു കുഴപ്പവുമില്ല, അടിപൊളിയായിരിക്കും കറിയൊക്കെ. പക്ഷെ എനിക്കിങ്ങനെ വന്ന് നോക്കിക്കത്, അപ്പം എന്നെ നോക്കിക്കാനായിട്ട് ഇവിടെ കുറേ ചുറ്റുമുള്ള ആൾക്കാരൊക്കെ ഇരിപ്പുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഈ കൊഞ്ഞനൊക്കെ കുത്തിക്കൊണ്ട് ഇരിക്കുന്നത്. 2 അടി അടിച്ചാലാണ്ട് ഫ്രിഡ്ജ് അടയോളൂ. ഫ്രിഡ്ജിന് അടക്കാൻ എന്തൊരു പ്രോബ്ലം ഉണ്ട്. അപ്പം എല്ലാം ഒരു 6 മാസത്തോളമായി ഇപ്പോൾ ചവിട്ട് തുടങ്ങിയിട്ട്. അങ്ങനെ ഫസ്റ്റ് നമ്മളിത് വേവിച്ച് വെച്ച നമ്മുടെ ഞണ്ട് റോസ്റ്റ് ചെയ്യാൻ പോയണ്ട. ഇന്ന് ഞണ്ടിൻ്റെ റോസ്റ്റിൻ്റെ വീഡിയോ ഞാൻ ഷോർട്സ് ഇട്ടിട്ട് ഒരു 15 മിനിറ്റ് കൊണ്ട് 4.5K വ്യൂസ് ആയിരുന്നു കേട്ടോ. ഭയങ്കര സന്തോഷമായി. എന്നിട്ട് ഒരൊറ്റ നിപ്പ് അവിടെ നിന്ന് മില്യൻസിലോട്ട് ഞാൻ പോകുന്നു ഞാൻ ഓർത്തു, പക്ഷെ പോയില്ല ഗൈസ്. അപ്പോൾ നമ്മളുടെ ഇത് ഞണ്ട് റോസ്റ്റ് അവിടെ സെറ്റ് ആകുമ്പോഴേക്കും നമ്മളുടെ താറാവ് റോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മസാലപ്പൊടി ഉപ്പൊക്കെ ചേർത്തിട്ട് ഒന്ന് പെരളി അവിടെ വെക്കാം. അപ്പോഴേക്കും നമ്മുടെ ഞണ്ട് റോസ്റ്റ് അവിടെ റെഡി ആവണുണ്ട് കേട്ടോ. ഇനി അതൊക്കെ ഓടിച്ചിട്ട് കാണുമ്പോൾ നല്ല രസമുണ്ട്. ഇതൊക്കെ ചെയ്യാൻ നിന്ന് കഴിയുമ്പോഴല്ലോ, പക്ഷെ രസമാണ് കേട്ടോ. ഇഷ്ടപ്പെട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു കുഴപ്പമൊന്നുമില്ല. ഇഷ്ടപ്പെട്ട് ചെയ്യണമെങ്കിൽ ഏത് പണിയും നല്ല രസമായിരിക്കും എന്ന് പറഞ്ഞാലേ ഞാനിങ്ങനെ ആസ്വദിച്ച് തന്നെയാണ് ചെയ്യണത്. നമുക്ക് ഈ ഒരു കുക്കറേ ഉള്ളൂ കേട്ടോ, 10 ലിറ്ററിൻ്റെ കുക്കർ. നമ്മുടെ പേര വേണ്ടിയിട്ട് സമയത്ത് വാങ്ങിച്ചൊരു കുക്കറാണ്. ഈ ഒരൊറ്റ കുക്കറാണ് എല്ലാ പരിപാടികളും നടക്കുന്നത്. അപ്പം കഞ്ഞി ഇട്ടിട്ട് ഉണ്ടായിരുന്നിട്ട് അതൊക്കെ ഒന്ന് തിളപ്പിച്ച് ഊറ്റിയിട്ട് ഇനിയിപ്പോൾ ആ കുക്കർ കഴിയിട്ട് വേണം എൻ്റെ താറാവിനെടുത്ത് എനിക്ക് വേവിക്കാൻ പറ്റുള്ളൂ കേട്ടോ. താറാവ് ഒരു 2 വിസിൽ ലഭിച്ചിട്ട് ബാക്കി ഞാൻ അടുപ്പത്തിട്ടിട്ട് വേവിക്കും. അങ്ങനെയാണ് ഞാൻ ചെയ്യണത്. ഗ്യാസ് ലാഭിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യണത്. അപ്പോൾ ഓൾമോസ്റ്റ് നമ്മുടെ ഞണ്ട് കറിയൊക്കെ സെറ്റായിട്ടുണ്ട് കേട്ടോ. മണവും കൊണ്ട് ഇവിടെ നിൽക്കാൻ പറ്റുന്നില്ല അടുക്കളയിൽ, എന്ന് വെച്ചാൽ അത്രയും മണമാണ്. നല്ല സീ ഫുഡ് എൻ്റെ മണങ്ങൾ. ഇനിയിപ്പോൾ കക്കയും വെക്കാനുണ്ട്. കക്കയുടെ തണവ് പോകണുള്ളൂ കേട്ടോ. അപ്പം ഞാൻ പുറത്തോട്ട് ഇറക്കി അടുപ്പിൻ്റെ അരിയിൽ തന്നെ വെച്ചേക്കണം, വേഗം തണവ് പോകാൻ വേണ്ടിയിട്ട്. അപ്പം നമ്മുടെ ഞണ്ട് റോസ്റ്റൊക്കെ ഏകദേശം റെഡിയാണ്. ഇനിയിപ്പോൾ ഞണ്ട് റോസ്റ്റ് എടുത്ത് മാറ്റി കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ അടുത്ത ചട്ടി കയറ്റണം നമ്മൾക്ക്. മീൻകറി ഞാൻ പറഞ്ഞില്ലേ വെക്കണമെന്ന്, വറുത്തിട്ടാണ് വെക്കണം. അപ്പം ഞാൻ ആ സവാളയൊക്കെ ഒന്ന് വഴറ്റി നമ്മൾക്ക് ആ പൊടിയൊക്കെ ഇട്ടിട്ട് സെറ്റ് ചെയ്തിട്ട് അതൊന്ന് മാറ്റി വെക്കാം. അപ്പം നമ്മുടെ പണി വേഗം കഴിയും. തേങ്ങാപ്പാലൊക്കെ അരച്ച് മാത്രം എടുത്തിട്ട് ഒഴിച്ച് കഴിഞ്ഞാൽ ആ പണി വേഗം കഴിയും. അപ്പം ഞാൻ ഈ സവാള വഴറ്റാനുള്ള ചെയ്യാൻ കേട്ടോ. നല്ല കമത്താണ് ഞാൻ ഈ വെളിച്ചെണ്ണ. ദൈവമേ, ഞാൻ ഈ വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്യുമ്പോഴാണ് വെളിച്ചെണ്ണയൊക്കെ നല്ല ധാരാളമായിട്ടാണ് ഒഴിക്കുന്നത്. പിന്നെ നല്ല ടേസ്റ്റായിട്ടൊക്കെ കറിയൊക്കെ കിട്ടണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നല്ലോണം വെളിച്ചെണ്ണയൊക്കെ യൂസ് ചെയ്യണം. ഇല്ലെന്നുണ്ടെങ്കിൽ ഞാൻ ചേട്ടൻ എന്നെ വഴക്ക് പറയും, നിനക്ക് വാങ്ങിച്ച് തന്നിട്ട് നിനക്ക് എന്താണ് ഉപയോഗിച്ചാലോന്ന് വയ്ക്കും. അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഒഴിക്കണം. അങ്ങനെ നമ്മൾ അടുത്തതേ കറിയിലോട്ട് തുടങ്ങിയിട്ടാ. തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചിട്ട് മീൻ വറുത്തിട്ട് ഒരു മീൻ കറിയാണേ. അതിൻ്റെ ഒരു മസാലക്കൂട്ടൊക്കെ റെഡിയാക്കിയിട്ട് ഞാനത് അങ്ങോട്ട് മാറ്റി. എന്നിട്ട് ഇനിയിപ്പോൾ താറാവ് റോസ്റ്റ് റെഡിയാക്കാനായിട്ട് നിൽക്കേണ്ട. ഞാൻ നേരത്തെ കുക്കറിൽ അടിച്ച സവാള എനിക്ക് കാണാൻ നല്ല പോലെ ബ്ലെൻഡ് ആയിട്ടുണ്ട്. പെട്ടെന്ന് പറഞ്ഞ നേരം കൊണ്ട് ടപ്പേന്ന് പറഞ്ഞിട്ട് കാര്യങ്ങൾ നടക്കോട്ടാ. ആ സവാള ഇങ്ങോട്ട് ഇട്ടിട്ട് മഞ്ഞപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി മസാലപ്പൊടി കുരുമുളക് പൊടി എല്ലാം കൂടി ഇട്ട് നമ്മുടെ 2 വിസിൽ കേൾപ്പിച്ച് താറാവ് കൂടി വാരിയിട്ട് കഴിഞ്ഞാൽ നമ്മുടെ താറാവ് റോസ്റ്റ് റെഡി. എത്ര പെട്ടെന്നാണ് നമ്മുടെ കാര്യങ്ങൾ. ഞാനിങ്ങനെ കുറേ കുറുക്ക്
കുറുക്ക് വിദ്യകളൊക്കെ കാണിച്ചാണ് ഇത്ര എളുപ്പത്തിൽ ഇത്ര സ്പീഡിൽ ഞാൻ കറികളൊക്കെ ചെയ്യണത്. അങ്ങനെ നമ്മുടെ താറാവ് റോസ്റ്റും റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ അത് അവിടെ ഇരിക്കട്ടെ കേട്ടോ, ഒന്നുകൂടി വെള്ളമൊന്ന് വറ്റാനുണ്ട്. അപ്പോഴേക്കും നമ്മൾക്ക് മീൻ കറിക്കുള്ള മീനൊക്കെ ഒന്ന് വറുത്ത് സെറ്റാക്കി വെക്കാം. അതിന് 2 കറിവേപ്പിലയൊക്കെ പൊടിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ഇട്ടിട്ടാണ് ഈ പ്രാവശ്യം ഞാൻ സവാള നമ്മുടെ മീൻ വറുക്കാനായിട്ട് ഇടണം കേട്ടോ. അപ്പോൾ എല്ലാം നിരത്തി ഇങ്ങനെ ഇടണുണ്ടേ. അപ്പോൾ വൈകുന്നേരം വന്ന ഗസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചേച്ചി പുറത്താണ് കേട്ടോ, UK-യിലാണ്. അപ്പോൾ ചേച്ചി ഇപ്പോൾ നാട്ടിൽ വന്നിട്ടുണ്ട് കേട്ടോ ലീവിന്. അപ്പോൾ വന്നതിന് തൊട്ട് ഒരു 2 ആഴ്ച മുമ്പേ എന്നോട് വിളിക്കുമ്പോൾ പറയും എനിക്ക് കക്കറച്ചി തിന്നാൻ ആഗ്രഹമുണ്ട്, മീൻ കഴിക്കാൻ ആഗ്രഹമുണ്ട്, ഞണ്ട് വേണം. അപ്പം ഇതൊക്കെ പറഞ്ഞേക്കണതിൻ്റെ സ്ഥിതിക്ക് അത്ര ആഗ്രഹമായിട്ട് പറഞ്ഞേക്കണ കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ അത്രയും സ്നേഹത്തോടെ ഇഷ്ടത്തോടെ കൂടെ തന്നെ ഉണ്ടാക്കണതും. അപ്പം ഇന്ന് എനിക്ക് ഓഫ് കാരണം ഇന്ന് കാണാൻ വരാമെന്നാണ് പറഞ്ഞേക്കണത്. ചേച്ചിക്ക് വേണ്ടിയിട്ടാണ് ഈ ഓരോ കാര്യങ്ങളും ഒരുക്കിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ നമ്മുടെ താറാവ് റോസ്റ്റൊക്കെ ഒരുക്കി കഴിഞ്ഞിട്ട് അവർക്ക് അങ്ങനെ മീനൊന്നും എപ്പോഴും കഴിക്കാനൊന്നും കിട്ടൂലല്ലോ. അപ്പം നമ്മൾക്കാണെങ്കിൽ മീനൊക്കെ ഇവിടെ സുലഭവുമാണ്. ഇനിയിപ്പോൾ കക്കയുടെ തണവൊക്കെ അറിയിട്ടുണ്ട് കേട്ടോ. ഞാൻ കക്ക ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കട്ടെ കേട്ടോ, ചേച്ചിക്ക് ഏറ്റവും ഇഷ്ടമുള്ളതാണ് കേട്ടോ കക്ക. അപ്പം ഞാൻ ചേച്ചിക്ക് ഒരു പൊതി വാങ്ങിച്ചിട്ടുണ്ട്. അവിടെ കക്ക കിട്ടാത്തത് തല കാരണം കക്ക കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഒരു കവർ വാങ്ങിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കക്ക നല്ല പോലെയൊക്കെ ഒന്നല്ല കഴുകി വൃത്തിയാക്കിയൊക്കെ വെച്ചിട്ടുണ്ട്. ഒന്നുകൂടി ഒന്ന് മണ്ണും കാര്യങ്ങളൊക്കെ പോകാൻ വേണ്ടിയിട്ട് ഒന്നുകൂടി കഴുകി വൃത്തിയാക്കിയിട്ട് ഉപ്പും പച്ചമുളകും കൂടി ഇട്ടിട്ട് അതും ഒന്നും വേവിക്കാനുണ്ട്. തുള്ളി വെള്ളമൊന്നും ചേർക്കണില്ല കേട്ടോ. കക്കയുടെ ഉള്ളിൽ നിന്ന് ഓൾറെഡി വെള്ളം ഇറങ്ങും. ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ ചേർത്താൽ മതി കേട്ടോ. ചില നേരങ്ങളിൽ ഉപ്പിന് കക്കയ്ക്ക് ഉപ്പുണ്ടാവും. അപ്പോൾ നോക്കിയിട്ടൊക്കെ വേണം കേട്ടോ വേവിക്കാൻ. അത് കഴിഞ്ഞ് നമ്മൾ കക്കതെ റോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ളിയൊക്കെ ഇട്ടിട്ട് മഞ്ഞൾപ്പൊടി മുളക് പൊടിയും മസാലപ്പൊടിയൊക്കെ ഇട്ടിട്ട് ഒന്ന് ഇളക്കി നമ്മുടെ കക്കയും കൂടി ഇട്ട് കഴിഞ്ഞിട്ട് റോസ്റ്റ് ഇട്ട് ഉണ്ടാക്കേണ്ടത്. എല്ലാ ഡിഷിൻ്റെയും വീഡിയോസ് ഞാൻ ഷോർട്സിലൂടെ ഇട്ട് കാണിക്കുന്നുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്നോട് ചോദിക്കാം. അങ്ങനെ ഒരു പൊട്ടിക്കൊണ്ടിരിക്കട്ടെ നമ്മുടെ കക്ക. ആ പൊട്ടൽ തീരണത് അപ്പോഴാണ് അതിൻ്റെ കറക്റ്റ് ഭാഗമാകണേന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. പിന്നെ കക്ക ഫ്രൈ ഒക്കെ ചെയ്യുമ്പോൾ ഇങ്ങനെ ഇടക്കിടക്ക് തിന്നുകൊണ്ടിരിക്കട്ടെ. ഒരു കിലോ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു 1/2 കിലോ ഒക്കെ ഉണ്ടാവുള്ളൂ പാചകം കഴിഞ്ഞ് അവസാനിക്കുമ്പോൾ. എനിക്ക് ഭയങ്കര ഭ്രാന്താണ് കക്കയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അങ്ങനെ കക്കയുടെ പണിയും ഓൾമോസ്റ്റ് ഒക്കെ ഏകദേശമൊക്കെ റെഡി ആവണം. അപ്പോൾ കുറച്ച് വേപ്പില എനിക്ക് അപ്പുറത്തുനിന്ന് ചേച്ചി തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ ഒന്ന് കുപ്പിയിലാക്കി ഒതുക്കിയൊക്കെ ഒന്ന് വെച്ച് കുറച്ച് വേപ്പിലെടുത്തിട്ട് നമ്മുടെ കക്കയിലും വാരി ഇങ്ങനെ ഇട്ട് കഴിഞ്ഞപ്പോൾ അടിപൊളി, കാണാനും ആദ്യമേ കാണിച്ചു തരാൻ പോണത് എൻ്റെ ഫേവറേറ്റ് ആണ് കേട്ടോ. അതേ കക്ക ഫ്രൈ കേട്ടോ. അടിപൊളി. ചോറ് തിന്നാനായിട്ട് കൊതിയാവുന്നുണ്ട്. ചേട്ടൻ ഉറങ്ങിയാണ്. പിന്നെ മീൻ ഫ്രൈ വറുത്തത് അത് കറി വെക്കണം. വൈകിട്ട് ഞാൻ കറി എൻ്റെ റെസിപ്പി കാണിച്ചു തരാം കേട്ടോ. പിന്നെ എൻ്റെ അടുത്ത ഫേവറേറ്റ് ഞണ്ട് റോസ്റ്റ്. കൊതിയാവുന്നിട്ട് കണ്ടിട്ട് ഒന്നും കഴിച്ചു നോക്കിയിട്ടില്ല കേട്ടോ. കഴിക്കണം. വിശദമായിട്ട് ഇരുന്നിട്ട് വേണം കഴിക്കാൻ. നെക്സ്റ്റ് സ്പെഷ്യൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് സ്പെഷ്യൽ തന്നെയാണ്, താറാവ് റോസ്റ്റ്. എല്ലാം സെറ്റായിട്ടുണ്ട്. ഇനിയിപ്പം മീൻകറി കൂടി വെക്കാനുണ്ട് കേട്ടോ. അങ്ങനെ എൻ്റെ ഒരുമാതിരിയുള്ള പണികളൊക്കെ കഴിഞ്ഞിട്ടാ രാവിലെ തുടങ്ങി അങ്ങോട്ട് ഒരു 10 മണിയായപ്പോൾ സ്റ്റാർട്ട് ചെയ്തതാണ് കേട്ടോ ഞാൻ കറി വെക്കല്. അവർ രാത്രിയാണ് എത്തുള്ളൂ. എന്തായാലും ഇനിയിപ്പോൾ രാത്രി അവർ വന്നിട്ട് ബാക്കി വിശേഷങ്ങളൊക്കെ കാണിച്ചു തരാം കേട്ടോ. ഞാൻ ഇനി അതിന് മുന്നേ പോയിക്കൊണ്ട് ഒന്ന് ചോറൊക്കെ എടുത്ത് കഴിക്കും. ഞാനെല്ലാം ടേസ്റ്റ് ചെയ്ത് നോക്കണം എങ്ങനെയാണ് ഏതാണെന്നുള്ളത്. ആളെ നല്ല ഉറക്കമാണ്. അപ്പം ഇനിയിപ്പോൾ ആളെ എണീറ്റ് കഴിഞ്ഞിട്ട് വേണം ഞങ്ങൾക്ക് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട്. ഞായറാഴ്ച മാത്രമുള്ള ആളുടെ കൂടെ ഞാൻ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര നിർബന്ധമാണ് ആളുടെ കൂടെ തന്നെ ഇരുന്ന് ഭക്ഷണം കഴിക്കണം. വിശക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഇയാൾ എണീറ്റ് കഴിഞ്ഞാൽ നേരെ പോയി ഭക്ഷണം കഴിക്കുക, ഒന്ന് ഇച്ചിരി നേരം കിടക്കുക. ഇനിയിപ്പോൾ നാളെ എഴുന്നേക്കുമെന്നാവോ, അത്ര ഹെവി പണിയാണ് കഴിഞ്ഞേക്കണത്. അപ്പം ഇനിയിപ്പോൾ നാളെ എണീക്കണം. ഞാൻ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ഉപദ്രവങ്ങളൊക്കെ ചെയ്തിട്ട് ആളെ എണീപ്പിക്കും. എന്നിട്ട് പോയി ഫുഡൊക്കെ എടുത്ത് കഴിക്കണം, ഒന്ന് കിടക്കണം. ഇനിയിപ്പോൾ ഒരു മീൻ കറിയും കൂടി ഉണ്ടാക്കാനുണ്ട്, മീൻ വറുക്കാനുണ്ട് കുറച്ച്. അതും കൂടി കഴിഞ്ഞാൽ ഒരുമാതിരി പണികളൊക്കെ ഇന്നത്തെ കഴിഞ്ഞു. അപ്പം എല്ലാ കറികളൊക്കെ ഞാൻ ഉണ്ടാക്കി വെച്ചേക്കണം. എൻ്റെ എല്ലാ പണികളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ വന്നിട്ട് നോക്കിയാ തുറന്നു നോക്കൂ. നമുക്ക് എക്സ്പ്രഷൻ നോക്കാം. അനുശേഷൻ്റെ മുഖത്തിൻ്റെ ഒരു പുച്ഛഭാവം. ഞാൻ ഈ മാതിരി കഷ്ടപ്പെട്ട് ഈ മാതിരി സാധനങ്ങളൊക്കെ ഇത്ര സമയം കൊണ്ട് ഉണ്ടാക്കി വെച്ചിട്ടേ പുച്ഛഭാവം.
വല്ല കാലത്തൊക്കെ ഞണ്ട് കഴിഞ്ഞോളൂ കേട്ടോ. ഞണ്ടൊക്കെ ഒന്നും അങ്ങനെ എപ്പോഴും വാങ്ങിക്കാറൊന്നും കിട്ടാറില്ല. അപ്പൊ കുറച്ച് അധികം എടുക്കണ്ടേ. പായൽ വെള്ളം മഞ്ഞ കൈസ് വർത്താനം പറയാൻ കൊടുക്കുന്നില്ല. താറാവറി ഞാൻ എടുക്കണില്ല ഇപ്പൊ. താറാവറിയൊക്കെ കഴിക്കാറുണ്ട്. പക്ഷെ ഈ ഞണ്ടും കക്കയും അതൊക്കെ ഒരു വേറെ ടേസ്റ്റാണ്. അപ്പൊ അത് ഈ ഞണ്ട് നമ്മുടെ താറാവറിയുടെ കൂടെ തിന്നു കഴിഞ്ഞാൽ അതിന്റെ ആ ഒരു ടേസ്റ്റ് അങ്ങനെ കിട്ടൂല. വായന വന്നിട്ട് ഒരു രക്ഷയില്ല കേട്ടോ. ഞാൻ വെച്ചോണ്ട് പറയണല്ല നല്ലതാണോ വാ തുറന്ന് പറയൂ നല്ലതാ വാവ് എന്നൊക്കെ പറയണം. ചോറൊക്കെ തിന്നും ബാക്കി വൈകുന്നേരത്തെ വിശേഷങ്ങളൊക്കെ ആയിട്ട് പിന്നെ ഓക്കെ പിന്നെ ഇത് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പരാക്രമം മുഴുവൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സിമ്പിളാണ് ഗൈസ്. സ്വന്തമായിട്ട് ഞാനോളെ സ്വന്തമായിട്ട് തന്നെ ഉണ്ടാക്കേണ്ട പാവം. എനിക്ക് ഉണ്ടാക്കി പഠിച്ചാലാണ് എന്തായാലും പണിയെടുക്കോളൂ ഗൈസ്. ഇതിനകത്ത് വേറെ നമ്മൾക്ക് നമ്മളുടെ പണികൾ വീണ്ടും ആരംഭിച്ചു ഗൈസ്. നമ്മൾ ഇനിയിപ്പോ മീൻ കറി ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ. മീൻ വറുത്ത് വെച്ചിട്ടുള്ളേ. അപ്പൊ മീൻ ഇനിയിപ്പോ കറി ആക്കണം. പാല് പിഴിഞ്ഞാട്ട വെക്കാൻ പോകുന്നത്. അപ്പൊ പാല് തേങ്ങയൊക്കെ ചിരണ്ടി തന്ന് എനിക്ക് ഫ്രിഡ്ജിലെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇനിയിപ്പോ അത് ഒന്ന് മിക്സിയിലിട്ട് ഒന്ന് കറക്കി തേങ്ങാപ്പാലൊക്കെ എടുത്ത് കഴിഞ്ഞിട്ട് സവാളൊക്കെ ഞാൻ വാട്ടിയിട്ടിട്ടുണ്ട്. അപ്പൊ പറഞ്ഞ നേരം കൊണ്ട് ഒഴിച്ചു കഴിഞ്ഞാൽ അത് പറക്കിയിട്ട് കഴിഞ്ഞാൽ നമ്മുടെ മീൻ കറി റെഡിയാവും. അപ്പോൾ ഓൾമോസ്റ്റ് പണിയൊക്കെ കഴിഞ്ഞ് 5 മണിയാവും. അവര് രാത്രിയൊക്കെ ആകുമ്പോഴേക്ക് എത്തുള്ളൂ. അപ്പൊ നമുക്ക് മീൻ കറി ഉണ്ടാക്കാം. വരൂ. ഫ്രഞ്ച് ടോസ്റ്റ് ഒരു പുതിയ റെസിപ്പി ആയിട്ടാണ് ഞാൻ എടുത്തേക്കണേ. ഇത് സിമ്പിളാണ് ഇനി ഉപയോഗിക്കാനായിട്ട്. നിങ്ങൾക്ക് ഇപ്പോൾ കുറേ പേരുണ്ടെങ്കിൽ 2 മുട്ട, ഒരാളാണെങ്കിൽ 1 മുട്ട, പിന്നെ പഞ്ചസാര, പാല്, ഉപ്പ് ഇതൊക്കെയാണ് വേണ്ട. ഇത് പിന്നെ ഒരു ഫ്രൈ പാനിൽ നമ്മൾ എണ്ണ ആക്കണം. അതൊക്കെ ചെയ്ത് ഒന്ന് കുറച്ച് പിന്നെ ബ്രെഡ് വേണമെങ്കിൽ മുട്ട നമ്മൾ മിക്സ് ചെയ്തെടുക്കണം. ബാറ്ററിൽ മുക്കി വെക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും, നല്ല ക്രിസ്പി ആയിരിക്കും. ഞാൻ നേരത്തെ അപ്പൊ ഒരു പുളിയൊക്കെ പാസ്സാക്കി ചൂടുവെള്ളത്തിൽ പുളിയൊക്കെ കഴിഞ്ഞിട്ട് ഇതേ നമ്മൾ മീൻകറി വെക്കാന്ന് ഓർത്തിട്ടാ. ഫോണിൽ ചാർജും ഉണ്ടായിരുന്നില്ല. അപ്പൊ ചാർജും ആവട്ടെ. പിന്നെ ശരീരമൊക്കെ വേദന എടുത്ത് തുടങ്ങി. അപ്പൊ ഇങ്ങനെ ഇത്ര ഹെവി പണിയൊന്നും എടുക്കാട്ട് കുറെ നാളായല്ല. അപ്പൊ നമ്മള് പുളിയൊക്കെ കഴിഞ്ഞിട്ട് ചെയ്യാന്ന് ഓർത്തിട്ടാ. ഞാൻ ഓൾറെഡി മീനിന്റെ മസാലയൊക്കെ ഞാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. തേങ്ങാപ്പാൽ ഒഴിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇതൊന്ന് ചൂടാക്കിയിട്ടാണ് ആ തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് മീനും പെരക്കിയിട്ട് കഴിഞ്ഞാൽ നമ്മുടെ മീനിന്റെ പരിപാടി കഴിയും. ഇതേപോലെ വേഗം ഓരോ കാര്യങ്ങളൊക്കെ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പറഞ്ഞ നേരം കൊണ്ട് നമുക്ക് വേഗം സമയത്തിനുള്ളിൽ നമ്മുടെ പണികളൊക്കെ തീർത്ത് നമുക്ക് അതിനോട് ജീവിക്കാം. ഇപ്പൊ ഗസ്റ്റും കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ അവരോടൊന്നും സംസാരിക്കുന്നതൊന്നും നേരം ഉണ്ടാവില്ലല്ലോ. അപ്പൊ ഞാൻ വേഗം പണികളൊക്കെ വേഗം തീർത്ത് വേഗം വെച്ച് ഇനിയിപ്പോ വന്നു കഴിയുമ്പോൾ അവരുടെ കൂടെ പോയിരുന്നപ്പോ സംസാരിക്കാലോ. ഞാൻ ഉണ്ടാക്കിയ എല്ലാ റെസിപ്പിയുടെയും വീഡിയോസുകൾ ഷോർട്സ് ആയിട്ട് ഞാൻ ഇങ്ങനെ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഒന്നും പറഞ്ഞിട്ടില്ല. ചിലർക്ക് മനസ്സിലാവാത്തവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ചോദിച്ചോട്ടാ, ഞാൻ പറഞ്ഞു തന്നേക്കാവേ. മീനൊക്കെ പെരക്കി ഇടാട്ടോ. മീൻ വറുത്ത് ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. ആ വറുത്ത് ഇനിയിപ്പോൾ അധികം ഒന്നും ഇട്ടുകൊണ്ട് തിളപ്പിക്കണ്ട കേട്ടോ. വറുത്തേക്കണാണ് ഓൾറെഡി. വളർത്തേക്കാണോണ്ട് അധികമൊന്നും വേഗണ്ട വരൂല. തിളച്ച് വരുമ്പോഴേക്കും നമുക്ക് 1/4 പാൽ കൂടി ചേർത്ത് ചൊറുക്കയും കൂടി ഒഴിച്ച് കഴിഞ്ഞാൽ നമ്മുടെ പണി കഴിഞ്ഞ്. അപ്പൊ ഈ ഒരു മീൻ കറി എന്ന് വെച്ച് കഴിഞ്ഞാലേ അധികം എരിവൊന്നും ഇല്ലാത്തൊരു മീൻ കറിയാണ് കേട്ടാ. ഇതിനകത്ത് മഞ്ഞപ്പൊടിയും മല്ലിപ്പൊടിയും ആണ് കൂടുതലായിട്ട് ചേർക്കണത്. മുളക് പൊടി പേര് ആവശ്യത്തിന് ഒരു ഇത്തിരി ചേർക്കുള്ളൂ കേട്ടോ.
എന്നിട്ട് തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചിട്ട് നമ്മുടെ ചൊറുക്കയൊക്കെ ഒഴിച്ച് കഴിഞ്ഞിട്ട് ആണ് ഈ സംഭവം കറി റെഡിയാക്കണത്. അപ്പം നമുക്ക് ചോറിൻ്റെ കൂടെ ഒരു ചാറായിട്ടൊക്കെ ഉപയോഗിക്കാം, മീൻകറിയായിട്ട് ഉപയോഗിക്കാം. അങ്ങനെയൊക്കെ ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട് ഈ ഒരു മീൻകറിക്ക്. ഓൾമോസ്റ്റ് എല്ലാം കഴിഞ്ഞിരിക്കണ കാരണം ഭയങ്കര സുഖം. ടപ്പേ നമ്മുടെ പണികൾ കഴിയുന്നുണ്ട്. ഇനിയിപ്പോൾ ഒരു ഇത്തിരി ചോറും കൂടി ഇട്ട് വെക്കാനുണ്ട് കേട്ടോ. ഉച്ചക്കത്തെ ചോറ് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഒരു ഇത്തിരി ചോറ് ഷോർട്ടേജ് ഉണ്ട്. അപ്പോൾ ആ ചോറും കൂടി ഇതേ ഇട്ട് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അതും വിസിലേറ്റുമ്പോഴേക്കും അവർ പറഞ്ഞ നേരം കൊണ്ട് അപ്പോഴേക്കും ഇവിടെ എത്തും. ഇറങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞു. ഞാനിപ്പോൾ വിളിച്ചിട്ട് ഞങ്ങൾ ഇറങ്ങി ഇതേ വന്നോണ്ടിരിക്കണ്ടാന്ന് പറഞ്ഞു. ഒരു അരമണിക്കൂറിനുള്ളിൽ എത്തുമെന്ന് പറയും. ഒരു ഇത്തിരി ഉപ്പ് കുറവുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഒരു ഇത്തിരി ഉപ്പ് കൂടി ചേർക്കേണ്ടി വരും. മീനിൽ ഉപ്പ് വരട്ടിയിട്ടാണ് ഞാൻ വറുത്ത് വെച്ചേക്കണത് കേട്ടോ. പച്ചനിട്ടിട്ടും വെക്കാം, വറുത്തിട്ടും വെക്കാം കേട്ടോ. ഞാനിപ്പോൾ വറുത്തിട്ടാണ്, മീൻ വറുത്തിട്ട് ആണ് നമ്മൾ കറി വെക്കണത്. പച്ചനെയും പരക്കിയൊക്കെ ഇട്ട് കഴിഞ്ഞാലും വെക്കാട്ടി കറി. ഇങ്ങനെ വെക്കാനുള്ള സാധനങ്ങളുടെയൊക്കെ അരപ്പും കാര്യങ്ങളൊക്കെ നമുക്കറിയാലോ എന്താണ് വേണ്ടതെന്നുള്ളത്. അപ്പോൾ ഈ അരപ്പും കാര്യങ്ങളൊക്കെ നമ്മളിങ്ങനെ റെഡിയാക്കിയിട്ട് നമ്മളിപ്പോൾ ഒരു ബോക്സിൽ ഡബ്ബയിൽ അടച്ച് ഫ്രീസ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് അത് കൊണ്ടുവന്ന് ഇങ്ങനെ ഒന്ന് പുറത്തോട്ട് ഇറക്കി ചൂടാറി കഴിഞ്ഞാൽ ഞാൻ വേഗം പറഞ്ഞ സെക്കൻഡിനുള്ളിൽ നമുക്ക് കറികളൊക്കെ കേട്ടാം. ഞാൻ ചെയ്തിട്ടില്ല, ഞാൻ ചെയ്യണമെന്ന് ആലോചിച്ചിട്ടുണ്ട്. എന്ന് വെച്ചാൽ സവാളയും കാര്യങ്ങളൊക്കെ മാറ്റിയിട്ട് നമുക്കൊരു ബോക്സിലാക്കി വെക്കണമെന്നുണ്ടെങ്കിൽ നല്ല ബെസ്റ്റ് പരിപാടിയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ കുറച്ച് ഡബ്ബകളൊക്കെ ഞാൻ ഫ്ലിപ്കാർട്ടിൽ ഓർഡർ ചെയ്തിട്ടുണ്ട്. ഈ സംഭവം വന്നിട്ട് വേണം അങ്ങനെയുള്ള കാര്യങ്ങളിലോട്ടൊക്കെ ചെയ്യും. അപ്പം എൻ്റെ ഓൾമോസ്റ്റ് എല്ലാ പണിയും കഴിഞ്ഞിട്ടാ. മീൻ കറി കൂടി ഉണ്ടായിരുന്നുള്ളൂ, അതുകൂടി വെച്ച് കഴിഞ്ഞ് ചോറ് ഇനിയിപ്പോൾ വെന്ത് കഴിഞ്ഞാൽ എൻ്റെ ഇന്നത്തെ പണി കഴിഞ്ഞു. അപ്പോൾ ഇനി അവർ വന്നു കഴിഞ്ഞിട്ടുള്ള ബാക്കി വിശേഷങ്ങൾ ചിലപ്പോൾ നെക്സ്റ്റ് എപ്പിസോഡിലായിരിക്കും, ചിലപ്പോൾ ഈ എപ്പിസോഡിൽ തന്നെ ആയിരിക്കും. അപ്പോൾ ഇനി അവർ വന്നിട്ട് ബാക്കി വിശേഷം. ഓക്കെ, അങ്ങനെ കാത്തിരുന്നത് ചേച്ചി എത്തിയട്ടെ. ഇതാണ് രാവിലെ മുതലേ പറഞ്ഞുകൊണ്ടിരുന്ന ചേച്ചി, ജോബി ചേച്ചി. അപ്പോൾ ജോബി ചേച്ചി ഇതേ വന്ന് അമ്മച്ചിനെയൊക്കെ കെട്ടിപ്പിടിച്ച് കുറേ നാളെത്തിയിട്ടാണ് അമ്മച്ചിനെ കാണുന്നത്, അമ്മച്ചിനെയും എന്നെയൊക്കെ കാണുന്നത്. എനിക്ക് വയ്യാണ്ടൊക്കെ ആയിട്ട് പിന്നെ ചേച്ചീനെ കണ്ടിട്ടില്ല. അപ്പം കുറേ നാളായി കാണണമെന്ന് ഓർത്തിരുന്നിട്ട് വന്നു കഴിഞ്ഞപ്പോൾ വേഗം ഓടി വന്നതാണ് കേട്ടോ. അങ്ങനെ കുറേ നേരമൊക്കെ വർത്താനമൊക്കെ പറഞ്ഞിരുന്ന് വിശേഷമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഞങ്ങൾ മീൻകൂടും കാര്യങ്ങളൊക്കെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടാ. നമുക്ക് ഈ മീൻ കൂടും കാര്യങ്ങളൊക്കെ എപ്പോഴും സ്ഥിരമായിട്ട് കാണുന്നതുകൊണ്ട് തന്നെ നമുക്കിതൊന്നും വലിയ ഇതല്ല. പക്ഷേ പുറത്തുനിന്ന് വന്നവർക്ക് ഇത് കാണുമ്പോൾ ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആണ് കേട്ടോ. മീൻ കഴിക്കണതും മീൻ കൂട്ടിൽ കിടന്ന് വളരുന്നതൊക്കെ കാണുമ്പോൾ ഭയങ്കര എന്താ അത്ഭുതം പോലെ ഉണ്ടാ. അപ്പം എല്ലാം നടന്ന് കാണേണ്ട വല വലിക്കുന്ന സമയത്ത് ഒന്ന് അവിടെയൊക്കെ കയറി അവിടെയൊക്കെ ഒന്ന് കയറ്റിയിട്ട് മീനൊക്കെ കിടക്കണമൊക്കെ ഒന്ന് കാണാനായിട്ടൊക്കെ കയറി വരവാണ്ട ചേച്ചി. പിന്നെ ബാക്കിയൊക്കെ ഒന്നും വിശേഷം പിടിക്കാൻ പറ്റില്ല, എൻ്റെ ഫോണിൻ്റെ ചാർജ് തീർന്നു കേട്ടോ. അങ്ങനെ നല്ല അടിപൊളിയായിട്ട് അവർക്ക് ഭക്ഷണമൊക്കെ കൊടുത്ത് എൻ്റെ ഫുഡൊക്കെ ഭയങ്കര ഇഷ്ടമായി. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് അവർ പോയി. അപ്പോൾ ഒരു ചെറിയൊരു സൺഡേ വ്ളോഗായിരുന്നു കേട്ടോ. എഡിറ്റ് ചെയ്യാൻ ഇത്തിരി ലേറ്റായിപ്പോയി. വീഡിയോസും കറികളൊക്കെ ഇഷ്ടമായിരുന്നുണ്ടെന്നുണ്ടെങ്കിൽ അപ്പോൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.